നമ്മളിന്ന് ഒരു വീഡിയോ ചെയ്യണത് ഞാറക്കല്ലിൽ നമ്മുടെ ഓട്ടോറിക്ഷ സുഹൃത്തായ ബെന്നിയുടെ ഒരു ദുഃഖമാണ്. ഒരു പിതാവിൻ്റെ ദുഃഖമാണ് നമ്മളിന്ന് വീഡിയോ ഇട്ടെടുക്കുന്നത്. കാരണം പുള്ളി ബാക്കിയുള്ളത് പറയും, എനിക്കിത് അവതരിപ്പിക്കാനുള്ള മാനസികാവസ്ഥയില്ല. കാരണം എൻ്റെ മോനെക്കൂടി ഇദ്ദേഹത്തിൻ്റെ കുട്ടി പഠിച്ചിട്ടുണ്ട്. അപ്പോൾ 2-3 ദിവസത്തിനുള്ളിൽ മുമ്പ് പത്രവാർത്ത കണ്ടപ്പോൾ എൻ്റെ മോൻ പറഞ്ഞതാണ്. പക്ഷേ നമ്മുടെ സുഹൃത്തിൻ്റെ മോനാണെന്ന് എനിക്ക് അത്രയും പോയില്ല. എന്താണ് ബെന്നി സംഭവം ഉണ്ടായത്? എത്ര നാളായി മോൻ കപ്പലിൽ പോയിട്ട്? മകൻ മാർച്ച് 19 വീട്ടിൽ നിന്ന് ഇറങ്ങണം. ഏതാണ്ട് 21-ാം തീയതി അവൻ ജപ്പാനിലെത്തണം. അന്ന് തന്നെ അവൻ ഡ്യൂട്ടിക്ക് കയറണം. ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ അവരെ വന്ന് കൊണ്ടുപോയിട്ട് ഷിപ്പിലോട്ട് കയറ്റണം. അതിനുശേഷം പിന്നെ ഡ്യൂട്ടിയുടെ ഇടയ്ക്ക് അവന് ഗ്യാപ്പ് കിട്ടുമ്പോൾ വീട്ടിലോട്ട് വീഡിയോ കോൾ ചെയ്ത് അവൻ്റെ അമ്മയും ഞാനൊക്കെ ആയിട്ട് അതുപോലെ നമ്മുടെ വീട്ടുകാരൊക്കെ ആയിട്ട് അവൻ്റെ ചേട്ടനൊക്കെ ആയിട്ട് ഞങ്ങൾ ഒരുമിച്ച് നല്ല ഇതായിട്ട് സംസാരിച്ച് ഒരു കുഴപ്പമില്ല. പക്ഷെ ആദ്യം ഉണ്ടായിരുന്ന അവൻ്റെ സാറ് അല്പം കർക്കശക്കാരനായിരുന്നു അവൻ പറയാറുണ്ടായിരുന്നെങ്കിലും നമുക്കത് മനസ്സിലാവും. ആദ്യമായിട്ട് ചെല്ലുന്ന ഒരാളാവുമ്പോൾ ഒരിത്തിരി ബുദ്ധിമുട്ടൊക്കെ തോന്നും. നമ്മൾ മനസ്സിലാക്കി അതൊക്കെ നമുക്ക് മനസ്സിലാവും. പക്ഷെ അവർക്കത് പ്രായത്തിൻ്റെയും ഇതിൻ്റെയൊക്കെ മനസ്സിലാകാത്തതിൻ്റെ എന്ന് വെച്ചാൽ ഞങ്ങൾ ഇങ്ങനെ കുഴപ്പമുണ്ടാവില്ല, ശരിയാവും മോനെ എന്നൊക്കെ പറയുമായിരുന്നു. പക്ഷേ അതിനുശേഷം ഒരു 1.5 മാസം കഴിഞ്ഞപ്പോൾ മകൻ ആ ബോസ് മാറിയിട്ട് വേറെ ആ പുതിയ ആൾ മലയാളി അവിടെ ചെന്നു, ചാലക്കുടിക്കാരൻ. അതിനുശേഷം എൻ്റെ മകൻ തീർത്തും സംതൃപ്തനുമാണ്. തീർത്തും എന്തിനാ പറയണ, വീട്ടിലോട്ട് വിളിക്കുമ്പോൾ ഞങ്ങൾക്ക് അവന് ഇവിടെ ഉള്ള പോലെയുള്ള സംസാരമാണ് അവൻ സംസാരിക്കുന്നത്. കാരണം അവന് ടെൻഷനേ ഇല്ല. കാരണം എന്താ, സാറ് അവനോട് അത്രയും അടുത്ത് അവൻ സാറേന്ന് വിളിക്കുമ്പോൾ അവനോട് സീക്രട്ടായിട്ട് അവനോട് പറഞ്ഞിട്ടുണ്ട്, എന്നെ നീ സാറേന്നൊന്നും വിളിക്കണ്ട, ആൾക്കാരുടെ ഇടയിൽ വെച്ചാണ് നീ എന്നെ ബോസ് എന്ന് വിളിച്ചാൽ മതി. അത്രയും കൂടി ആ സാറ് നല്ല ഇതായിട്ട് പോയിരുന്നു. അതൊക്കെ എല്ലാം ദിവസം വിളിച്ചു. അതിനുശേഷം ഇന്ന് വരെ അവൻ്റെ മുഖം കറുത്ത് ഞങ്ങൾ കണ്ടിട്ടില്ല. ഒരു ടെൻഷനോ കാര്യങ്ങളോ അല്ലെങ്കിൽ ഷിപ്പിൽ വല്ല മറ്റുള്ളവരായിട്ടൊരു എന്തെങ്കിലും ഒരു ഏറുമാറ് കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. ഭക്ഷണ കാര്യങ്ങൾ അവൻ ആദ്യം ഇത്തിരി ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നെങ്കിലും അതൊക്കെ പിന്നീട് വന്നപ്പോൾ അവൻ അതിനകത്തൊക്കെ ചോദിച്ചെല്ലാം ക്ലിയറായി. ഏതാണ്ട് അവന് 3 മാസം കഴിഞ്ഞപ്പോൾ അവൻ ഒരു പ്രൊമോഷൻ്റെ അടുത്ത് വന്ന് കിടക്കുകയാണ്. ഈ പ്രൊമോഷൻ അവൻ എടുക്കണ്ടെന്ന് അവൻ അവിടുത്തെ ഇത് മനസ്സിലായതിനു ശേഷം പ്രൊമോഷൻ എടുത്തു കഴിഞ്ഞാൽ വീണ്ടും ഇവന് 6 മാസത്തിനകം വീണ്ടും വരാമെന്നുള്ളൊരു മൈൻഡ് അവൻ്റെ മനസ്സിൽ കിടക്കുന്ന കാരണം കൊണ്ട് പ്രൊമോഷൻ എടുത്തു കഴിഞ്ഞാൽ വീണ്ടും കണ്ടിന്യൂ ചെയ്യണം 6 മാസം. അത് കാരണം കൊണ്ട് വീട്ടിൽ പോയി വന്നതിന് ശേഷം ഈ പ്രൊമോഷൻ അവന് കിട്ടുമെന്നുള്ളതിനാൽ അവൻ ആ പ്രൊമോഷൻ സ്വീകരിച്ചിട്ടുണ്ടായില്ല. പക്ഷേ എന്തിനു പറയണം, നമ്മൾക്ക് ഏതാണ്ട് അടുത്ത സെപ്റ്റംബർ മാസത്തോടുകൂടി അവൻ്റെ ഇത് കഴിഞ്ഞ് അവൻ നമ്മളെ വീട്ടിൽ ഇരിക്കണേന്. ആ സന്തോഷത്തിലുമാണ്. കൂടാതെ ഈ ആഗസ്റ്റ് 15 എന്ന് പറഞ്ഞ അവൻ്റെ ജന്മദിനം കൂടിയാണ്. അപ്പം ഞങ്ങള് എല്ലാ വർഷവും അവൻ്റെ എനിക്ക് 2 മക്കളാണെങ്കിൽ 2 മക്കളുടെ എല്ലാവരും ഇത് ആഘോഷപൂർവ്വം ഞങ്ങൾ എവിടെ ആയിരുന്നാലും ഞങ്ങൾ ഇതൊക്കെയാണ്. അത് കഴിഞ്ഞ് അതിൻ്റെ കാര്യങ്ങളൊക്കെ പറയും എനിക്ക് എൻ്റെ ബർത്ത്ഡേ ദിവസം ഞാൻ ഷിപ്പിലായിക്കുള്ളൂ, ഞാൻ ആരോടും പറയില്ല, ഞാനൊന്ന് സുഖമില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒന്ന് ലീവ് ചെയ്യും. കാരണം എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ആഘോഷമുണ്ട്, എൻ്റെ മേത്ത് അതും ഇതൊക്കെ പായിരുത്തി വെക്കുക ഒരു സന്തോഷത്തിൽ. അവിടുത്തെ ആ രീതി പല നാട്ടുകാരാണല്ലോ എന്നൊക്കെ പറഞ്ഞ് അത്രയും ഒരു ടെൻഷനും ഇല്ലാത്ത രീതിയിൽ വന്നതാണ്. അതിനുശേഷം ഇത് സംഭവം നടക്കണമെന്ന് ഉച്ചയ്ക്ക് വീട്ടിലോട്ട് ഞങ്ങളോടൊക്കെ സംസാരിച്ച് അന്നും ഒരു രീതിയിലുള്ള എന്തെങ്കിലും മുഖം കറക്കണം അല്ലെങ്കിൽ മറ്റുള്ളതൊന്നും തന്നെ അവൻ്റെ വായിന്ന് വന്നിട്ടില്ല. രാത്രി 8 അതായത് 11-ാം തീയതി രാത്രി 8-12 ആയപ്പോൾ അവൻ്റെ ചേട്ടനെ അവൻ കോൾ ചെയ്തിരുന്നു. അപ്പോൾ നിർഭാഗ്യവശാൽ ചേട്ടൻ മറ്റൊരു കോളിൽ എൻ്റെ കയ്യിൽ എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ അതിനുശേഷം ചേട്ടൻ തിരിച്ചു വിളിച്ചപ്പോഴേക്കും എന്തോ അവന് കയറേണ്ട സമയം, ഡ്യൂട്ടിക്കാണോ എന്താണെന്ന് അറിയില്ല, അവന് എന്തോ സംസാരിച്ചിട്ട് അവസാനിച്ച് അപ്പോഴും വേറെ മറ്റുള്ള ടെൻഷനും കാര്യങ്ങളൊന്നുമില്ല. ആ രാത്രി 9:30 മണിക്ക് അതിനകത്തൊരു സ്റ്റാഫ് ഇവനെ കണ്ടതായിട്ട് പറയുന്നുണ്ട്. പക്ഷേ എങ്കിലും ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. കാര്യം എന്ന് പറഞ്ഞാൽ ഇത് കഴിഞ്ഞ് അവൻ്റെ റൂം, അതായത് ഷിപ്പിൽ തന്നെയുള്ള റൂമിലേക്ക് അവൻ പോയതായിട്ടാണ് എല്ലാവരും ആൾ ധരിച്ചതും. അങ്ങനെയാണ്. പിറ്റേ ദിവസം ഡ്യൂട്ടിക്ക് ഇവൻ കയറാതിരുന്നപ്പോഴാണ് ഇവർ ചെക്ക് ചെയ്തതെന്നാണ് നമുക്ക് കിട്ടിയ റിപ്പോർട്ട്. ആ റിപ്പോർട്ടും പ്രകാരം നോക്കിക്കഴിഞ്ഞതിന് ശേഷം
എന്നെ 12-ാം തീയതി ഉച്ചയ്ക്ക് ബുധനാഴ്ച മുംബൈയിൽ നിന്ന് എന്നെ വിളിക്കും. മുംബൈയിൽ നിന്ന് എന്നെ വിളിച്ചിട്ട് സാറ് ഇംഗ്ലീഷിൽ സംസാരിച്ച് എനിക്കൊന്നും മനസ്സിലായില്ല. എനിക്ക് ഇംഗ്ലീഷ് അറിയില്ല. പക്ഷേ എനിക്ക് മനസ്സിലായത് എൻ്റെ മോൻ മിസ്സായെന്നുള്ളതാണ്. കാരണം ഷിൻഡോൺ ബെന്നി മിസ്സിങ് ആണ് അത്രയും പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി. പക്ഷേ അതിനുശേഷം ആ ആൾക്ക് മനസ്സിലായി എനിക്ക് ഇംഗ്ലീഷ് അറിയില്ലെന്നുള്ളത്. ആ പുള്ളി ചെന്നൈയിലുള്ള ഓഫീസിലോട്ട് റെഫർ ചെയ്തിട്ട് അവിടെ ഒരു മലയാളം നന്നായിട്ട് അറിയാവുന്ന സാറുണ്ട്. ആ പുള്ളിനെ കൊണ്ട് വിളിപ്പിച്ച് എല്ലാ കാര്യങ്ങളും എന്നോട് പറഞ്ഞു. ഞാൻ ആ സാറിനോട് പറഞ്ഞു, സാറേ എങ്ങനെയാണ് മിസ്സായക്കണമെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഞങ്ങൾക്ക് ഇവിടെ മെസ്സേജ് വന്നേക്കാണ്, ഞങ്ങൾക്കൊന്നും അതിനെക്കുറിച്ച് അറിയില്ല, മിസ്സിങ് ആണ്, അത്രയും നമുക്കറിയുള്ളൂ, ഈ അടുത്ത വിവരം അടുത്ത മെസ്സേജ് എന്തെങ്കിലും വരുമ്പോൾ വിളിക്കാട്ടാന്ന് പറഞ്ഞ് പുള്ളി വെച്ചു. ഏതാണ്ട് ഒരു മണിക്കൂർ കഴിഞ്ഞ് 1-2 മണിക്കൂർ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴും ആൾ വിളിച്ചിട്ട് പറഞ്ഞു, ഷിപ്പ് മുഴുവനും നോക്കി ആൾ ഷിപ്പിലില്ല എന്ന് പറഞ്ഞു. ഷിപ്പിലില്ലെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്ന് പകച്ചിട്ട് ഞാൻ പറഞ്ഞു, സാറേ എൻ്റെ മകൻ എവിടെ പോയി എന്ന് ചോദിച്ചു. എൻ്റെ മകൻ ഷിപ്പിലില്ലെങ്കിൽ പിന്നെ എവിടെയാണ് പോണത്? ഇത് വേറെ എങ്ങും എടുത്തിട്ടില്ലല്ലോ. അതായത് സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് സിംഗപ്പൂരിന് ഇടയ്ക്ക് വേറൊരു സ്ഥലം, വേറൊരു പോർട്ടിൽ അടുക്കാത്ത ഷിപ്പ്. പിന്നെ എൻ്റെ മകൻ എവിടെയെന്ന് ഞാൻ ചോദിച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞത് ഞങ്ങൾക്ക് അത് അറിയില്ല, ഞങ്ങൾക്ക് വന്നത് മറ്റേ സാറ്റലൈറ്റ് വഴിയായിട്ട് വന്നിട്ട് ഇവിടെ മെസ്സേജ് കിടക്കുകയാണ്, അതാണ് പറയണത്, അത് ഞങ്ങൾക്ക് പറയാനേ പറ്റുള്ളൂ എന്ന് പറയും. പിന്നെ അതിനുശേഷം പിന്നെ ഞങ്ങൾ അങ്ങോട്ട് വിളിക്കുമ്പോൾ ആകെ കിട്ടുന്ന മറുപടിയാണ് തെരച്ചിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്, മറ്റേ നേവി, മറ്റേ കോസ്റ്റ് ഗാർഡ്, ഇങ്ങനെയുള്ള ആ തെരച്ചിൽ നടന്നത്. അപ്പം നമുക്ക് മനസ്സിലായി ആൾ ഇതില്ലാത്തതിൻ്റെ പേരിൽ വെള്ളത്തിലാണ് തെരച്ചിൽ നടക്കുന്നത്. നമുക്ക് ഏകദേശം നമുക്ക് മനസ്സിലാവുമല്ലോ. പിന്നത്തെ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഓഫീസ്, ബോംബെ ഓഫീസും ഈ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട് കഴിയുമ്പോഴേക്കും ആകെ അവർക്ക് തരാനുള്ള മറുപടി ഈ മറുപടി തന്നെയാണ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചോദിക്കുമ്പോൾ പറഞ്ഞ തെരച്ചിൽ നടന്നുകൊണ്ടിരിക്കണം, ഒന്നും ഞങ്ങൾക്ക് വന്നിട്ടില്ല എന്ന് പറയുന്നത്. ആ ഒരു മറുപടിയിൽ ഞാനും എൻ്റെ കുടുംബം തൃപ്തരല്ല. കാരണം എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ മകൻ നഷ്ടപ്പെട്ടോ വീട്ടിലെന്നുള്ളതല്ല വിഷയം, എന്ത് സംഭവിച്ചെന്നൊന്നും അറിയാനുള്ള ഒരു ആകാംക്ഷയും, ഒരു പിതാവിൻ്റെ ആകാംക്ഷ, അത്രേ ഉള്ളു. അത് ഇപ്പം ഞാൻ പറയാണ്ട് തന്നെ ഇത് കാണുന്ന നിങ്ങൾക്കും ഒക്കെ മക്കൾ ഒക്കെ ഉണ്ടാവുമല്ലോ, നിങ്ങൾക്ക് മനസ്സിലാവും എന്ന് ഞാൻ വിശ്വസിക്കും. അപ്പം എൻ്റെ മകൻ്റെ ഈ എന്താ പറയുക, എൻ്റെ മകനെ കാണാത്തത് എന്താണെന്നുള്ളത് കണ്ടെത്തി തരണമെന്ന് കേന്ദ്രവും സർക്കാരിനോടും നമ്മുടെ കേരള സർക്കാരിനോടും വിനീതമായിട്ട് ഞാൻ എൻ്റെ ഒരപേക്ഷ വയ്ക്കുകയാണ്. അപ്പം നമ്മ ഈ ഇത്രയും നേരം പറഞ്ഞത് നമ്മുടെ ഈ ഷാരോൻ്റെ അപ്പനായ ബെന്നിയാണ്. അപ്പം വൈപ്പിങ്കരക്കാരനാണ്, ഇദ്ദേഹത്തിൻ്റെ മകനാണ് നഷ്ടപ്പെട്ടേക്കുന്നത്. നമ്മുടെ എറണാകുളം ജില്ലക്കാരനായ മുഖ്യമന്ത്രി, എറണാകുളം ജില്ലക്കാരനായ MLA, എറണാകുളം ജില്ലക്കാരനായ MP സുരേഷ് ഗോപി സാറ്, ഇവരെല്ലാവരും അടിയന്തരമായിട്ട് ഇടപെട്ട് ഈ ഇദ്ദേഹത്തിൻ്റെ മകൻ്റെ കാര്യം എന്താണെന്നോട് അറിയാനുള്ള ഒരു പിതാവിൻ്റെ ഒരു ദുഃഖം ഈ സമൂഹം മനസ്സിലാക്കണം. ഇത് പരമാവധി ഷെയർ ചെയ്യണം, പരമാവധി എത്തിക്കട്ടെ, അധികാരികൾ എത്തും വരെ പരമാവധി ഷെയർ ചെയ്യണം. പരമാവധി ഒരു വൈപ്പിൻകാരുടെ ദുഃഖം നമ്മുടെ ദുഃഖമായിട്ട് കണക്ക് കൂട്ടി വൈപ്പിൻകരയിൽ ഞാറക്കല്ല് ബസ് സ്റ്റോപ്പിന് മാനാട്ടുപറമ്പ് പള്ളിക്ക് തൊട്ട് തെക്കോശം പടിഞ്ഞാട്ട് കയറുന്ന സ്ഥലമാണ്. പുള്ളി ഞാറക്കല ഓട്ടോറിക്ഷ ഡ്രൈവറാണ്. പരമാവധി ഷെയർ ചെയ്യണം, പരമാവധി സ്കിപ്പ് ചെയ്യാണ്ട് കാണണം, പരമാവധി ഷെയർ ചെയ്യണം, പരമാവധി ലൈക്ക് ചെയ്യണം, പരമാവധി ഷെയർ ചെയ്യണം. ഇദ്ദേഹത്തിൻ്റെ ദുഃഖം നമ്മുടെ ദുഃഖമായിട്ട് കണക്ക് കൂട്ടി പരമാവധി ഷെയർ ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു.